കൂട്ടുകാരെ, നമ്മൾ കുറെ നാളുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ടാണ് ക്രിസ്മസിന് ട്രീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതായത് എല്ലാവരും ഫേമസ് അല്ല, എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രീ ഉണ്ട്. അതായത് ഇങ്ങനെ എന്തെങ്കിലും കമ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ന്യൂസ് പേപ്പർ വെച്ച് ചുറ്റി മറ്റേ ആ ഒരു മാലയൊക്കെ വെച്ചിട്ടുള്ള ട്രീ ആണ് നമ്മളപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്രാവശ്യം ജോബിൻ്റെ അമ്മ ഞങ്ങൾക്കായിട്ട് ഇതേ ഒരു ട്രീ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മെനക്കേടാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണെങ്കിലും ഭയങ്കര മെനക്കേടാണ്. സ്വന്തമായിട്ട് ഏകദേശം 2 കുപ്പി പശയെങ്കിലും വേണം, ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ചങ്ങ് വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ജോബിൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന് അത്യാവശ്യം വലിയ ഒരു ട്രീ തന്നെയാണ്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. ഇത് ഭയങ്കര ബുദ്ധിമുട്ട്, അപ്പോൾ ഇത് നമുക്ക് കളയണം ആദ്യം. നമുക്കിതിങ്ങനെ എടുത്ത് നോക്കാം. വരത്തില്ലെന്ന് എനിക്കറിയാം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കണം. അത്യാവശ്യം നല്ല വലുതായിട്ടുള്ള ട്രീ ആണ്. 2 പെയറായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ അതിന് വേറെ ഒന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ കാലാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ കാല് വെക്കേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് നമുക്ക് ഈ കാലൊന്ന് വെക്കണം. ഇത് എങ്ങനെയാണ് വെക്കുന്നത് ആണോ? അതെ, ഈ കാല് വെച്ചാലേ നമുക്ക് ബാക്കിയൊക്കെ ഓക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ കൂടെ ഈ 3 സംഭവം കിട്ടി. ഇതെനിക്ക് മനസ്സിലായി. എന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് അത് തന്നെ ഇങ്ങനെ 3 സൈഡിൽ നിന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ട്രീ വാങ്ങിച്ച് വെക്കുന്ന കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കുറേ നാൾ കൊണ്ട് ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കിയല്ലേ വെക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു പാടുണ്ട്. എനിക്കറിയത്തൊന്നുമില്ല ഇതൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. ഇങ്ങനെ വെച്ച് നോക്കാം. ഇതെങ്ങനെയൊന്നും അല്ല, ഞാൻ എന്തിനൊക്കെയാണ് മണ്ടത്തരം കാണിക്കണേന്ന്. അല്ല, ഇപ്പുറത്തത് കറക്റ്റായി. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് വെച്ച് നോക്കാം. എനിക്ക് തോന്നുന്നു ഓരോ സൈഡിൽ ഓരോ അളവാണെന്ന്. ആദ്യം ഇപ്പുറത്തിരിക്കുന്ന പോലെ അപ്പുറത്തിരിക്കുന്നില്ല, അപ്പുറത്തിരിക്കുന്ന പോലെ ഇപ്പുറത്തിരിക്കുന്നില്ല. ഇതിപ്പോൾ അനങ്ങുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കില്ലാത്ത ബുദ്ധി ആർക്കുണ്ട്. ഭയങ്കര വേദന, കൈ നല്ല വേദനിക്കുന്നുണ്ട്, വിരൽ നല്ല വേദനിക്കുന്നുണ്ട്. ഇതെങ്ങോട്ടായിരുന്നു? ഇങ്ങോട്ട്. ഈ സാധനം ആടാതെ എങ്ങനെയൊക്കെ എന്തോന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കണം. ഇത് ഒരാൾ പൊക്കത്തിലുള്ള ട്രീ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതാണ്. ഇതിങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കുപ്പിയുടെ അകം തുടങ്ങുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലോ, അതേ കണക്കാണ് ഇരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നൈസ് കമ്പിയാണ്. അതായത് ഇങ്ങനെ വളച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലോട്ട് ഇത് മാറി വരും. അതാണ് ഞാൻ പറഞ്ഞത്. നല്ല നൈസ് കമ്പിയാണ്. ഞാൻ ഏകദേശം ലോക്ക്ഡൗൺ സമയത്താണ് ഒരു ട്രീ വാങ്ങിച്ചത്. അതിന് ശേഷമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ട്രീ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ട്രീ ഒക്കെ വെക്കുന്നത് കൊണ്ട് ആ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒട്ടും പ്രാക്ടീസ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഞാത്തൊക്കെ അഴിച്ചെടുക്കാനായിട്ട് കുറേ ഉണ്ട്. ഇത് ഓരോ ലെയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഓരോ ലെയറാണ്. കമ്പി ഇങ്ങനെ നമ്മൾ ആ ഒരു ലെയറിനനുസരിച്ച് ഇങ്ങനെ വളച്ച് വെക്കണം. ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് ഇതിനകത്ത് ഓരോന്നും ഇങ്ങനെ വെക്കണം നമ്മൾ. ഇത് കുറേ നേരത്തെ മെനക്കേടാണിത്. ഞാൻ എല്ലാം കഷ്ടപ്പെട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിനകത്തൊരു ലെയറുണ്ട്, അത് ഏറ്റവും മുകളിലാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ആ 2ാമത്തെ പീസിന് വെക്കണം.
നമ്മൾ കഷ്ടപ്പെട്ട് അടുത്ത ഏറ്റവും മുകളിലത്തെ ലെയർ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്, കഷ്ടപ്പെട്ടാലേ ഒരു രസമുള്ളൂ. അതിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ചിലതിലേക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഊരി വരാൻ ഭയങ്കര പാടാണ്. എങ്ങനെയെങ്കിലും ഒക്കെയാണ് പിച്ചിപ്പറിച്ചെടുക്കണം. ഈ റെഡിമെയ്ഡ് ട്രീ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. ഇത് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ അകത്തോട്ടാണ് തോന്നുന്നു. അതെ, കിട്ടി. ഹോ, ഇനി അടുത്ത് ഇതിങ്ങനെ വെക്കണം. അങ്ങനെ ഒരു മെനക്കേട്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഊരി വരുന്നു. പിന്നെ ഈ പ്ലാസ്റ്റിക് വലിക്കാൻ ഇതിനകത്ത് വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇച്ചിരി മാറ്റിയിട്ടൊക്കെ വേണം ഇത് വെക്കാനായിട്ട്. അയ്യോ, വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണം. എന്നിട്ട് ഇതിനകത്ത് ഇനി ഓരോരോ ലെയർ ഇതേ ഉള്ളൂ. മറ്റേതിനകത്ത് ഒരു ലെയറിൽ തന്നെ കുറേ ഇതളുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനൊക്കെയാണ് ഇത് വെക്കാനായിട്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. മേളത്തെ ഇതിൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാട് കുറവാണ്. എന്തായാലും എൻ്റെ അത്രയും പൊക്കമുണ്ട് ഇതിന്. കണ്ട, എൻ്റെ പൊക്കമുണ്ട് ഇതിന്. ഓ, നമ്മുടെ പൂച്ച വേണ്ട പെട്ടിക്കകത്ത് കയറി കിടന്ന് അഭ്യാസം കാണിക്കുന്നു. കാണിച്ചുതരാ. അമ്പൂച്ചിക്കാണെങ്കിൽ അമ്പൂച്ചി ഇവിടെ വന്നിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പം അമ്പൂച്ചിക്ക് ഇതേ ഈ മരമൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇതിൻ്റെ അടിയിലൊക്കെ വന്നിപ്പുണ്ട്. പണ്ടോട്ടെ നമ്മുടെ പൂച്ചയ്ക്ക് എവിടെയെങ്കിലും പണി നടക്കുവാണെങ്കിൽ അവിടെ ചെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇനി മുള്ളു കണക്കിരിക്കുന്ന കണ്ടിട്ട് അതിന് പേടിയുണ്ടെന്നും തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷുകാരൊക്കെ ഈ ക്രിസ്മസിന് ട്രീ വെക്കുമ്പം അവരുടെ വീട്ടിലെ പൂച്ചകൾ ഈ മരം ഫുള്ളായിട്ട് ഇങ്ങനെ തള്ളിയിടുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പൂച്ച അങ്ങനെ എങ്ങനെ ചെയ്ത അമ്മ ഒറ്റയടിക്ക് അങ്ങ് കൊന്നു കളയും. മരം ഫുൾ വെച്ചു. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇനി ബാക്കി സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന വീഡിയോ നാളെയാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഇത്രയും പൊക്കമുള്ള ട്രീ ആണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ.